സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും അവരവരുടേതായ വിലയുണ്ട്. നമ്മളത് തിരിച്ചറിയണം എന്ന് മാത്രം. കഴിഞ്ഞ ദിവസം അതേക്കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഒരു ചെറിയ ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കുന്നു. ഇന്നലെ വായിച്ച വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഒട്ടും സംശയം ആർക്കും ജനിപ്പിക്കാത്ത നിലകളിലാണ് മാനവരാശിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് വിലയുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദൈവം നമ്മുടെ പിതാവായതുകൊണ്ട് തന്നെയാണ്. പലയിടങ്ങളിലും സ്വയം പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടാൽ അപ്പോൾ മനസ്സിലാകും അവരവരെക്കുറിച്ച് അവരവർ എന്താണ് ധരിച്ചിരിക്കുന്നതെന്ന്. ചിലപ്പോൾ നമ്മൾ ഒരിക്കൽ ഒരു രാജകൊട്ടാരത്തിലേക്ക് ഒരാൾ വന്നിട്ട് എന്തോ ഒരു കാഴ്ച വസ്തു രാജാവിന് കൊടുത്തു. അന്നത്തെ രീതി അങ്ങനെയൊക്കെ ആണല്ലോ. രാജാവ് സന്തുഷ്ടനായി. അതെന്താണെന്ന് ചോദിക്കാൻ കൊട്ടാരത്തിലെ മന്ത്രി ഉൾപ്പെടെ ആളുകളെത്തി. എല്ലാവരും വന്നു കണ്ടു. അതൊരു രത്നമാണെന്ന് മനസ്സിലായെങ്കിലും അതിൻ്റെ വില എത്രയാണെന്നറിയില്ല. ഒടുവിൽ രാജഗുരുവിൻ്റെ മകൻ അതിൻ്റെ വില നിശ്ചയിച്ചു. അതൊരു അമൂല്യ രത്നമാണെന്ന് പറഞ്ഞു. ഇതിന് 1,00,000 സ്വർണ്ണ നാണയങ്ങളിലധികം വിലയുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് സന്തോഷമായി. ഈ സമ്മാനം കൊണ്ടുവന്നയാളിന് രാജാവ് അത്രയും തുക തന്നെ കൊടുത്തു. സ്വർണ്ണ നാണയം കൊടുത്ത് ആ മനുഷ്യനെ സന്തോഷത്തോടെ യാത്രയാക്കി. അപ്പോൾ ഇതിൻ്റെ വില തിരിച്ചറിഞ്ഞ ഈ ചെറുപ്പക്കാരൻ എന്ത് കൊടുക്കണമെന്നുള്ള ചിന്തയായി രാജാവിന്. രാജഗുരുവിനോട് ചോദിച്ചപ്പോൾ രാജഗുരു പറഞ്ഞത്, ഇവനെ 5 മണിക്കൂർ വെയിലത്ത് നിർത്തണം, അതിനുശേഷം 50 ചാട്ടവാറടി കൊടുക്കണം. രാജാവിനുൾപ്പെടെ രാജഗുരുവിനോട് നീരസമായപ്പോൾ രാജഗുരു പറഞ്ഞു, ഇവന് ലോകത്തിൽ എല്ലാത്തിൻ്റെയും വിലയറിയാം, മറ്റു പലതിൻ്റെയും വിലയറിയാം, അവൻ്റെ വില അവനറിയില്ല, അതുകൊണ്ടാണ് ഈ ശിക്ഷ അവന് കൊടുക്കണം എന്ന് പറഞ്ഞത്. നമ്മളും പലപ്പോഴും ഇങ്ങനെയല്ലേ? ഇൻ്റർനെറ്റ് നമ്മൾ പരതുന്നത് എന്തിനാ? മറ്റുള്ളവരെക്കുറിച്ച് അറിയാനും മറ്റു കാര്യങ്ങൾ അറിയാനുമാണ്. നമ്മളെക്കുറിച്ച് അറിയാൻ നമ്മൾ എത്രമാത്രം അന്വേഷണം നടത്താറുണ്ട്. നമ്മൾ ഏറ്റവും അധികം തിരിച്ചറിയേണ്ടത് നമ്മൾ ആരാണെന്നാണ്. നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വം നിലനിർത്തി ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നമുക്ക് ജീവിക്കാൻ കഴിയൂ. ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരാണ് എന്ന തിരിച്ചറിവോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. താങ്ക് യു. നന്മ ഭവിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.